സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ 100% ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ SHOമാരായി CIമാരെ നിയമിച്ചത് ഏത് ശാസ്ത്രീയ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു SI ആയി ഒരാൾ സർവീസിൽ കയറുമ്പോഴേക്കും വളരെ ആത്മവിശ്വാസത്തോടെ തൊഴിൽ ചെയ്യുവാനും തൊഴിൽ പഠിക്കുവാനുമുള്ള ഒരവസരത്തിൽ അദ്ദേഹത്തെ അലസന്മാരായി മാറ്റുന്ന ഒരു പ്രവണതയിലൂടെ ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ പോലീസ് കടന്നുപോയിക്കൊണ്ട്. ഇപ്പം നമുക്ക് തന്നെ സ്റ്റേഷനിൽ വിളിച്ചാൽ SIയെ വിളിക്കണമോ CIയെ വിളിക്കണോ, അതുകൊണ്ട് ഞാൻ DSP ACയെ മാത്രമേ വിളിക്കാം. കാരണം താഴോട്ട് ആരെ വിളിച്ചാൽ പരിഹരിക്കപ്പെടുമെന്ന് അറിയില്ലാത്ത കുറേ കാലങ്ങളായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ സാധാരണക്കാരൻ്റെ മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനാണ്. ഒരു നല്ലൊരു സബ് ഇൻസ്പെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കപ്പെട്ടു പോകും. ഞാനിന്ന് മേയറായിട്ടാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നതെങ്കിലും ഒരു 10-30 വർഷം മുൻപ് മുതലുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കൊണ്ട്, അതായത് അന്ന് സംഘടനാ പ്രവർത്തനം നടത്താൻ ഇറങ്ങുമ്പോൾ ചോദിക്കാനും പറയാനും അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് മുതലുള്ള പോലീസ് സംവിധാനത്തെക്കുറിച്ച് ഇന്ന് മേയറായതിനു ശേഷമുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ സാഹചര്യം ഒരുപക്ഷെ എത്രത്തോളം കടന്നു വന്നു. കാരണം ഏതെങ്കിലും ഒരു സമയം ഒന്നുകിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗമാകുവാനുള്ള പൊതുപ്രവർത്തന രീതിയുടെ കടന്നു വന്നതുകൊണ്ട് ഞങ്ങളൊക്കെ അനുഭവിച്ച അത്രത്തോളം ഭീകരത അനുഭവിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു 10-12 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ, ക്രിമിനൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജൂനിയറായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കേസന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്കും അതുപോലെ തന്നെ CD ഒക്കെ പരിശോധിക്കാൻ അവസരം കിട്ടിയപ്പോഴേക്കും കൃത്യമായിട്ടുള്ള പോലീസിൻ്റെ എല്ലാ നീക്കങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഏറ്റവും മികച്ച പോലീസ് സിസ്റ്റമാണ് കേരളത്തിലുള്ളത്. ഏറ്റവും മിടുമിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് സംവിധാനം തന്നെയാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് പറയുവാൻ വേണ്ടി എനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധാനം തന്നെയാണ്. അത് സ്വീകരിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയോട് ഞാൻ കൃത്യമായിട്ട് ഞങ്ങളുടെ അഭിപ്രായവും അതിന് സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉൾപ്പെടെ സൂചിപ്പിക്കാനുള്ളത്, പോലീസിൻ്റെ ജനറലായിട്ടുള്ള നേച്ചർ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധിയുള്ളൂ. എനിക്ക് രസകരമായ ഒരു അനുഭവം വന്നത്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന സമയത്ത് കുറച്ച് വികൃതി കൂടുതലുള്ള ഒരു പ്രവർത്തകനെ ഞാൻ പിന്നീട് ഒരിക്കൽ ദുബായിൽ പോയപ്പോഴേക്കും എന്നെ റിസീവ് ചെയ്യാൻ വന്ന് 2 ദിവസം കൊണ്ടുവരുന്ന അദ്ദേഹമാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ഒരു ചേട്ടൻ ഇവിടെ ഞാൻ കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. എൻ്റെ സാധാരണ ശൈലി വെച്ച് എവിടെയാണോ വണ്ടി നിർത്തുന്നത് അവിടെയാണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ വളരെ മര്യാദയ്ക്ക് കൊണ്ടുപോയി കൃത്യമായിട്ട് 2 ലൈൻ ഇട്ടതിൻ്റെ ഇടയിൽ തന്നെ പാർക്ക് ചെയ്തു. അപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേറെ സ്ഥലത്തൊരു ഹോട്ടലിൽ ഇറങ്ങിയപ്പോഴേക്കും ഓടിപ്പോയിട്ട് ഞാനത് ആദ്യമായിട്ടാണ് ആ സംവിധാനം കാണുന്നത്. അടുത്തിരുന്ന ഒരു ബോക്സിൽ പോയി ചാർജ് ചെയ്തു. ഞാൻ ചോദിച്ചിട്ട് എന്താ ചാർജ് ചെയ്തത്? എൻ്റെ പാർക്കിങ്ങിൻ്റെ പൈസ തീർന്നു, അതുകൊണ്ട് ചാർജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പെനാൽറ്റി വരും. ഞാൻ ഓർത്ത് 1 വർഷം മുമ്പ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴേക്കും റോഡിൻ്റെ നടുക്കാണ് ബൈക്ക് നിർത്തണമെങ്കിൽ അവിടെ തന്നെയാണ് അയാളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ആയിരുന്ന വ്യക്തി ആരും പറയാതെ ഒരു സിസ്റ്റത്തിൽ നിന്നും മാറിയപ്പോഴേക്കും ആരും പറയാതെ തന്നെ നിയമത്തെ അനുസരിക്കുന്ന കൗതുകരമായ കാഴ്ച ഞാൻ ഒരിക്കൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മേയറായതിനു ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ മാലിന്യം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ പ്രത്യക്ഷപ്പെടും. 2 ദിവസം കഴിയുമ്പോൾ അത് ഇല്ലാതെ ഒക്കെ വരും. ഞങ്ങൾ 6 മാസം, അതായത് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് മിനിമം ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ റെയ്ഡോ ചാനലുകളുമായിട്ടുള്ള പോക്കോ ഒന്നും നടത്തിയില്ല. ഒരു പരിധിവരെ ജനങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ജീവനക്കാരെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോഴാണ് അങ്ങ് വലിച്ചെറിയുക, വാർത്ത വരുത്തുക, ബോധപൂർവം വാർത്ത വരിക. തീർച്ചയായിട്ടും പോലീസുമായിട്ട് സംസാരിച്ചു. 2 ആക്ഷൻ. ഒരാൾ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന ഒരാളിനെ ഇപ്പോൾ കോർപ്പറേഷൻ ജീവനക്കാർ തടഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ കയറ്റി ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുത്തു. 24 മണിക്കൂറിനകം തിരുവനന്തപുരത്തെ പോലീസ് അയാളെ തമിഴ്നാട്ടിൽ പോയി ചെന്ന് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുണ്ടാക്കി. അതിനുശേഷം ഒരു ഇൻസിഡൻറ്റിൽ കൂടി അറസ്റ്റ് ചെയ്യുകയും പിടിച്ച വാഹനങ്ങൾ ഒരു വാഹനം 25 ലക്ഷം രൂപയുടേതാണ്, ബാക്കിയൊക്കെ 5-10 ലക്ഷം രൂപ ആട്ടോ ഇഷ്ടം എന്തൊക്കെയാണ്.
ഒരു വാഹനവും ഏത് നേതാവ് വിളിച്ചു പറഞ്ഞാലും വിടാതെ കോർപ്പറേഷന് മുമ്പിൽ എല്ലാവരും കാണത്തൊക്കെ പ്രദർശിപ്പിക്കുകയും കൂടി ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ആ ബുദ്ധിമുട്ടേ ഒഴിവായി കഴിഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് പോലീസിൻ്റെ അതുപോലെ തന്നെ പാളയത്ത് 45 വർഷമായിട്ട് ഒരു കൂട്ടം മീൻ വിൽക്കണമെങ്കിൽ 25 രൂപയാണ് കോർപ്പറേഷന് തരേണ്ടത്. 500 രൂപ പെർ ഡേ വാങ്ങുകയാണ്. എവിടെയാണ്? അപ്പുറത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ്, ഇപ്പുറത്ത് കോർപ്പറേഷൻ്റെ മേയർ ഇരിക്കുന്നതിനിടയ്ക്കുള്ള പാളയം എന്ന് പറയുന്ന കണ്ണായ സ്ഥലത്ത് കന്നിവേറ മാർക്കറ്റിൽ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ച് 200 പേരുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ ഫോർ ദ ലാസ്റ്റ് 45 ഇയേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ജോലിയും ചെയ്യാതെ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടുണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മടിയുമില്ല അത് പറയാൻ വേണ്ടി. ഞങ്ങളുടെ ഒരു സമരം നടന്ന സമയത്ത് ഞാൻ വ്യത്യസ്തമായ ഉദ്യോഗസ്ഥരുടെ മാനസിക നിലവാരം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രീതി വെച്ചുകൊണ്ട് ശൈലി മാറും. പോലീസിൻ്റെ ജനറലായിട്ടുള്ള ശൈലിയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സമരം നടന്നപ്പോഴേക്കും എൻ്റെ മേയറുടെ റൂം വരുമെന്ന്. അപ്പോൾ എൻ്റെ ഓഫീസ് എൻ്റെ പലരും വിളിച്ചു പറഞ്ഞു മേയറുടെ റൂം. ഞാൻ പറഞ്ഞു ചെയ്തോട്ടെ, അത് ആ ഡോർ മാത്രം ഒന്ന് എനിക്ക് വരുമ്പോഴേക്കൊന്ന് അകത്ത് കയറണം, എന്നെ കാണാൻ ആരെങ്കിലും വരണമെങ്കിൽ കയറണം. 2 സൈഡിലും വരുന്ന അവർ 24 മണിക്കൂർ ഉപയോഗിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. സമരം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ട് ഞങ്ങളൊക്കെ തന്നെയാണ്. സമരം ചെയ്യുന്നത് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. 10 മണിക്ക് പോകേണ്ട ഞാൻ ആ സമരം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. 10 മണിക്ക് പോകേണ്ട ഞാൻ 12 മണി വരെ മറ്റുള്ള പരിപാടികളിലൊക്കെ പോയിട്ട് വന്നു. 12 മണിയായപ്പോഴേക്കും പിന്നെ പോകാതിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ പിന്നെ അടുത്ത വാർത്ത വരാൻ പോകുന്ന മേയർ ഒപ്പിടാത്തതുകൊണ്ട്, ചെക്ക് ഒപ്പിടാത്തതുകൊണ്ട് പെട്രോൾ മുടങ്ങി വണ്ടി വഴിയിലായെന്നായിരിക്കും അടുത്ത വാർത്ത. ഞാനവിടെ ചെന്നിട്ട് സ്വാഭാവികമായിട്ട് എനിക്ക് അകത്ത് കയറി വെക്കുള്ളൂ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആ ഡോറിൻ്റെ മുമ്പിലുള്ള പോലീസ് ഇരിക്കുന്നവരൊന്ന് മാറ്റിയിട്ട് ഒരാളിനകത്ത് കയറണം, അത്രമാത്രം മതി. മുദ്രാവാക്യം വിളിക്കുന്നത് ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് അകത്ത് കയറാം. ഞാൻ അകത്ത് കയറിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴേക്കും മേയർ 1-ാം പ്രതിയായിട്ടാണ് FIR. ഞാൻ മനസ്സിലാക്കിയിട്ട് മേയർ 1-ാം പ്രതിയായിട്ട് ആദ്യത്തെ FIR വരികയാണ്. അതിനുശേഷമാണ് സമരം ചെയ്തവർ. അപ്പോൾ മാധ്യമക്കാർ എന്നെ വിളിച്ചു, മേയർ 1-ാം പ്രതിയാണ്, എന്താണ് റെസ്പോൺസ്? ഞാൻ ഒരു റെസ്പോൺസും ഇല്ല. 6 മാസമല്ലേ ആയുള്ളൂ മേയർ ആയിട്ട്. 10-20 വർഷം ഒരുപാട് ക്രിമിനൽ കേസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു കേസ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ വളരെ ലൈറ്റായിട്ട് പോസിറ്റീവ് സെൻസിൽ ചെയ്യാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ EDയുടെ അന്വേഷണം നടന്നു. EDയുടെ അന്വേഷണം നടന്നിട്ട് 12,000-3,000 പേര് നിൽക്കുന്ന സ്ഥലത്തേക്ക് വനിതകൾ ഉൾപ്പെടുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് ഇറങ്ങി പോകാൻ പറയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, പോലീസ് പുറത്തുണ്ടെന്ന് പറയുകയാണ്. 2,000-3,000 പേര് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാകാത്ത ധാർമ്മിക രോഷം 6 പേരുള്ള സ്ഥലത്ത് തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെക്കുവാൻ വേണ്ടി കാണിക്കുന്ന പോലീസ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ജനറലായിട്ട് പോലീസിനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിന് പോലീസിനെ കുറിച്ചുള്ള അസസ്മെൻറ്റ് വരുന്നത് ഇവിടെയാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുമ്പോഴേക്കും ആ മാറ്റത്തിന് അനുകൂലമായിട്ട് ജനാധിപത്യ കേരളം ചിന്തിക്കും. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു നിലവാരത്തിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതിനോട് കുറച്ച് യോജിക്കുകയാണ്. പോലീസ് സംഗീത സദസ്സ് നടത്തി പോലീസ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടൊക്കെ ഉപദേശിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കില്ല. കൃത്യമായിട്ട് വസ്തുതകൾ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പോലീസിൻ്റെതായ രീതിയിൽ പോലീസ് കാര്യങ്ങൾ മിനിമം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ജനാധിപത്യ കേരളത്തിൽ വലിയൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.